ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, അവിശ്വാസി ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ് വിവാദ പരാമർശവുമായി NDA സ്ഥാനാർത്ഥി ശ്രീലേഖ രംഗത്തേക്ക് വരുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ ഘട്ടത്തിലൊക്കെ സർക്കാർ കണ്ണടച്ചിരുന്നെന്നും അതിന് മൗനസാക്ഷിയായി എന്ന തരത്തിലാണ് പ്രസ്താവന ഉയരുന്നത്. ശാസ്തമംഗലത്ത് നടന്ന ഒരു പരിപാടിയിൽ ബ്രഞ്ച് വിത്ത് ശ്രീലേഖ എന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി നടന്ന സദസ്സിലാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയരുന്നു. അതിൽ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുറപ്പിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു, ആ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു നിലപാട് ശ്രീലേഖ ആവർത്തിക്കുന്നത്. കാരണം ശ്രീലേഖ പല ആവർത്തി ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോയതാണ്. നിലവിലിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് ഏതാണ്ട് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത് ആവർത്തിക്കുമ്പോൾ ഇത് ജാഗ്രത കുറവാണോ, മറിച്ച് എന്നും പറഞ്ഞ് വോട്ട് നേടാനുള്ള ലക്ഷ്യമാണോ എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഇതിൽ നിയമപരമായ ഒരു നിഗമനത്തിലെത്തിയ വിഷയമാണ്. NIA ഈ വിഷയം അന്വേഷിച്ച് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഇത്തരത്തിൽ ലവ് ജിഹാദ് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് നൽകിയതാണ്. കേരളത്തിലും കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും സമാനമായ റിപ്പോർട്ടുകൾ എത്തിയതുമാണ്. അങ്ങനെ നിഗമനത്തിലെത്തിയ, നിയമപരമായ ഒരു തീർപ്പിലെത്തിയ ഒരു വിഷയം അത് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നാണ് എന്തായാലും ഇപ്പോൾ CPI നേതാക്കളൊക്കെ പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഈ പ്രസ്താവന മുസ്ലിം വിരുദ്ധമാണ് എന്ന് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി റഹീം പ്രതികരിച്ചത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്താൻ വളരെ ബോധപൂർവം നടത്തുന്ന നീക്കമാണ് ഇത്. സാമുദായിക സ്പർദ്ധ സൃഷ്ടിക്കുന്നതിനുള്ള BJP സ്ഥാനാർത്ഥിയുടെ ശ്രമമാണ്. അത് വിലപ്പോകില്ല. ലവ് ജിഹാദെല്ലാം കേരളം കേട്ടും കണ്ടും പറഞ്ഞും മടുത്ത് മാറ്റിവെച്ചത് ഇല്ലാ കഥയാണ്. ലോകമുള്ള കാലം മുതൽ പ്രണയമുണ്ട്, അത് ശരിയാണത്. അതിൽ മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് കുഞ്ഞുങ്ങളെ തെറ്റിക്കുന്ന ഭ്രാന്താണ് ലവ് ജിഹാദ്. അത് തെറ്റാണ്. ശ്രീലേഖ BJPയുടെ രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലൊക്കെ താൻ വികസനം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, വിവാദങ്ങളിലേക്ക് തള്ളിയിടരുതേ എന്ന് ആവർത്തിച്ചു പറഞ്ഞ ശ്രീലേഖ സ്വന്തം പ്രസ്താവനയിലൂടെ വിവാദത്തിന്റെ ചുഴിയിലേക്ക് വീണിരിക്കുകയാണ്. രതീഷ് വെൺപാലിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.